ഹലോ ഗായ്സ്, അങ്ങനെ ശിവാംഗിയുടെ പാട്ടായിരുന്നു ലൈവിൽ. അത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് അവരെ ഇറക്കിയിട്ട് അവരവിടെ സംസാരിക്കുന്ന അനിമോളും പ്രവീണും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മസ്താനിയും കൂടി സംസാരിക്കുന്ന ഒരു രംഗമാണിത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോയിൽ നമുക്ക് പിക്സലിൽ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കോപ്പറേറ്റ് വരുമല്ലോ. അപ്പോൾ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അക്ബറിൻ്റെ കാര്യം തന്നെയാണ്, അക്ബർ ഖാൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു നമ്പർ തപ്പി എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നമ്പർ കൊടുത്തത് എന്തോ ഈ അനിമോളുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ അനിമോളുടെ നമ്പർ വിളിച്ചിട്ട്, അത് ചേച്ചിയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് വിളിച്ചിട്ട് വിനുവിനെ വിനുവിനെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അക്ബർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് വിനുവിൻ്റെ നമ്പർ അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിനുവിൻ്റെ നമ്പർ കൊടുത്തു എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞത് ഇവരുടെ ഇവരുടെ സഹോദരിയുടെ അച്ഛൻ്റെ വേണ്ടി നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരെ വിളിച്ചിട്ട് വിനുവിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് 50,000 രൂപ കൊടുത്താൽ മതി, നൂറയ്ക്ക് വോട്ട് കിട്ടും, നൂറെ ഹെൽപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ മാക്സിമം ഇവിടെ ബിഗ് ബോസ് അക്ബർ ഖാനെ വെള്ള പൂശുവാണ്, അപ്പം മാക്സിമം കരിവാരി തേപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യമാണ് എന്ന് എനിക്ക് തോന്നിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അനിമോളുടെ പല തരത്തിലുള്ള പ്രവർത്തികളും അതുപോലെയാണ്. ബിഗ് ബോസിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ പറയാറുണ്ട്, ബിഗ് ബോസ് അക്ബർ ഖാനെ വെള്ള പൂശുവാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ അറിയാമല്ലോ, അക്ബർ ഖാനെ പറയുന്ന കാര്യങ്ങൾ വാക്കുകളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ അനിമോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ. എന്നെ പല ആൾക്കാരും പണ്ട് ട്രോളുന്നവരെ എൻ്റെ ചേട്ടന്മാർ കൈകാര്യം ചെയ്യും. അവരുടെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവർ ശരിയാക്കും. പക്ഷേ ഞാൻ പറയും തൽക്കാലത്തേക്ക് വേണ്ടാന്ന് പറയൂന്ന്. എങ്ങനെയുണ്ട്? എന്നിട്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആദിലെ ഞാൻ അതിന് മുമ്പ് തന്നെ പറഞ്ഞു, ആദിലെ ഞാൻ ശരിയാക്കും, അങ്ങനെ എൻ്റെ സ്വഭാവം അറിയത്തില്ല, ഞാൻ ആദിലെ ശരിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയാക്കും എന്നുള്ള വാക്കിൽ പുറത്തുള്ള ആൾക്കാർ ആദിലെ സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ആദിലെ ശരിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് പാവം. അത് കഴിഞ്ഞിട്ട് പറയുവാണ് ആദിലയുടെ സ്വഭാവം ശരിയല്ല, ആദില വായി തോന്നുന്ന എന്തും പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണ്, അതുപോലെ അത് നൂറയും പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ പറയാം, അത് നൂറ പറയുന്നതിന് ബിഗ് ബോസ് ഇവിടെ ലൈവിൽ പുറത്തു പോയോ, എനിക്കതൊന്നും പുറത്തു പോയോന്നൊന്നും അറിയത്തില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതാണ് പരദൂഷണം പറയാത്ത സ്ത്രീ, ആരെ എന്തും പറയാൻ മടിയില്ലാത്ത വെറും വൃത്തികെട്ട ക്യാരക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഇപ്പം സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ വേണ്ടി അതിനകത്ത് നടക്കുവാണ്. പുറത്താണെങ്കിൽ ഇവിടുത്തെ എൻ്റെ അമ്മയെ PR ചേട്ടന്മാരും PR അണ്ണന്മാരും എല്ലാം ഓടുവാണ്. ഒരു നാഴിക്ക് 40 വട്ടം വീഡിയോസ് ഇടുവാണ്. അനിമോളെ വെളുപ്പിക്കുന്നു, അനിമോൾ അലറിക്കരയുന്നു, അനിമോൾ കിറ്റ് ചെയ്യാൻ പോകുന്നു. എന്ത് പറയാൻ, എന്നാണോ മാനമില്ലാത്ത ആൾക്കാർ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ചെയ്യുന്നത് എന്താണെന്ന് ഈ സ്ത്രീക്ക് അറിയില്ല. ഈ സ്ത്രീ പലതും അവിടെ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സമയത്ത് നമ്മൾ തന്നെ ഇതിലെ സ്നേഹം കൊണ്ട് നമ്മൾ പലതും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ പറയാറുണ്ട് കേട്ടോ, ഇവരെന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്, അത് പറയണ്ടായിരുന്നു, പുറത്തു പോകാണ്ടിരുന്നാൽ മതി എന്ന്. നമ്മുടെ ഒരു അന്തം ഫാൻസ് ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ഉള്ളിലെ സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിൽ മറച്ചു വെക്കുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് മനസ്സിലായി ഇവർ ഫ്രോഡാണ്, പക്ക ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവർ തന്നെ ഇപ്പോൾ പറയുവാണ്, ആൾക്കാർ പുറത്തോട്ട് അറിഞ്ഞാൽ എന്ത് ചെയ്യും. കുറച്ച് അപ്പുറത്ത് ശൈത്യം ഇരിപ്പുണ്ട്, ഇന്നലെ മുഴുവൻ ശൈത്യം എടുത്ത് പറഞ്ഞതാണ്, നാട്ടുകാരാണ് നിനക്കെന്താണ്, നീ നിൻ്റെ കാര്യം തിരക്ക്, നാട്ടുകാരാണ് നിനക്ക് ചിലവിനായിരുന്നു എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഇരുന്ന് പറയുവാണ് നാട്ടുകാരറിഞ്ഞ് എന്ത് ചെയ്യുന്നു. പ്രവീണോട് ഇരുന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങ് മടുത്ത് ഇവരുടെ ഈ ഫേക്ക് ഡ്രാമ കണ്ടിട്ട് ഒരു ബഹളം ഉണ്ടാക്കിയുള്ള ഒരു അലർച്ച കരയുന്ന കാണിക്കുവാണ്. അത് കഴിഞ്ഞ് അടുത്ത നിമിഷം വർത്താനം പറയും, പിന്നെയും കരയും. നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത് കരയും അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തൊരു ഫേക്കായിട്ടുള്ളൊരു ഡ്രാമയാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ഒരു ശിവാംഗിയുടെ പാട്ട് സമയത്തൊക്കെ വെപ്രാളമായിരുന്നു. എന്ന് കണ്ണൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം വെപ്രാളം ഇല്ല. ഒരു കള്ളം, ഭയങ്കരമായ ഒരു കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മുഖത്ത് കാണുന്ന ഒരു ഭാവവ്യത്യാസം ഉണ്ടല്ലോ. അത്യാവശ്യം മനഃശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്, പിന്നെ ക്രിമിനൽ ലോയർ അല്ലേ, ഒരു ക്രിമിനൽ വക്കീലാണ്, 10-11 വർഷമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഈ കള്ളവും തെറ്റും കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഈ കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയുണ്ടല്ലോ, അതുപോലെ ഇപ്പോൾ ഒരു ജനകീയ കോടതി നിൽക്കുന്ന പോലെയാണ് അനിമോളുടെ കാര്യം. കാരണം ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടല്ലോ, ഫേക്കായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് മുഴുവൻ തകർന്ന് തരിപ്പണമാവോ എന്നുള്ള ഭയമാണ്, ഭയങ്കരമായ വെപ്രാളം. അയ്യോ. പിന്നെ ഈ കാണിക്കുന്ന അനുസരിച്ച് PR അണ്ണന്മാർ ഇവിടെ വീഡിയോസും അതും ഇതും ഇട്ടോളുമല്ലോ, ചുമ്മാ ഇരുന്ന് മെഴുകുകയാണ്. സത്യം പറഞ്ഞാൽ ലൈവ് കാണുമ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കത് ആ സൗണ്ട്, ഈ സ്ത്രീയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു കയറി വരുവാണ്. അതിന് അത്ര ഫേക്കാണ്. കേൾക്കുന്നവരെല്ലാം മാറിപ്പോയി. അഭിലാഷ് കേട്ട് അഭിലാഷ് മാറിപ്പോയി, പ്രവീണാന്നേ വേറെ മാർഗ്ഗമില്ലാത്തതുണ്ട്, ലക്ഷ്മി കുറേ നേരം കേട്ട് ലക്ഷ്മി മാറിപ്പോയി, പിന്നെ അതേപോലെ മസ്താനി കേട്ട് മസ്താനി മാറിപ്പോയി. ഇവരൊക്കെയാണ് കൂടെ നിൽക്കുന്നത്. ഒനിയലാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നേ ഇല്ല, അഭിലാഷും ഇങ്ങോട്ട് വരുന്നേ ഇല്ല.
ഇതാണ് അവസ്ഥ. എന്നിട്ട് അവിടെ നിന്ന് മെഴുകുവാണ്. അയ്യോ നമ്പർ ഞാൻ കൊടുത്തു, സത്യമാണ്, പക്ഷേ അത് എൻ്റെ ചേച്ചിയുടെ അടുത്താണ്, സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയാണ്. പുറത്തോട്ട് ഇറങ്ങുന്ന ഒരാൾ സുഖവിവരം അന്വേഷിക്കാൻ, അവർ ഒന്നും അറിയുന്നില്ല, അവർക്കറിയാമല്ലോ ഇവരെ കോൺടാക്ട് ചെയ്യാൻ, ഇവരെന്ത് സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമോ? ഇവിടെ എത്ര പേര് ഔട്ടായി, അവരുടെയൊക്കെ എല്ലാം വീട്ടിലെ നമ്പർ അവരെ എഴുതി കൊടുത്തിട്ടാണ് വന്നത്. കള്ളം പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? 24 മണിക്കൂറും ആ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിരുന്ന് രഹസ്യം പറച്ചിലാണ്, എപ്പോഴും രഹസ്യം പറച്ചിലാണ്. പിന്നെ മൈക്ക് മാറ്റി വെച്ചിട്ട് രഹസ്യം പറയുമ്പം ബിഗ് ബോസ് തന്നെ പറയും, പിന്നെ മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കാതെ നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ കയറരുത്. ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നത് എന്ന് ലാലേട്ടൻ ഇവരോട് ചോദിച്ചതാണ്, ഈ ആദിലയോടും അതുപോലെ തന്നെ അനുമോളോടും. അപ്പം ഇതൊക്കെ വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർ കേൾക്കുന്നുണ്ട് ഇവരുടെ ഈ വൃത്തികെട്ട സംഭാഷണങ്ങളും മറ്റുള്ളവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്നും ഓരോ കാര്യങ്ങളും അകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. ആ ഒരു കേൾക്കുന്നത് കൊണ്ടാണ് കൂടുതലും കുറച്ചും നമ്മളധികം കേൾപ്പിക്കുന്നില്ലല്ലോ, ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവരുടെ ഗൂഢാലോചനയും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. അത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഭാഗത്തുനിന്ന് 1% പോലും തെറ്റ് വരാത്തതുകൊണ്ടാണ് അയാൾ ടാർഗറ്റിൽ ഇല്ലായിരുന്നു. കാരണം അയാൾ ടോപ്പാവുമെന്ന് ഒരു പ്രതീക്ഷിച്ചില്ല. അയാൾ ടോപ്പാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അയാൾ കയറി പിടിച്ചെന്നും പറഞ്ഞ് ഉണ്ടാക്കിയേനെ, കഥ ഉണ്ടാക്കിയേനെ. അത്ര വൃത്തികെട്ട സ്വഭാവമാണ്. അയാൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കഥ ഉണ്ടാക്കിയേനെ. ഇപ്പോൾ അക്ബർ ഖാൻ അങ്ങനെ അല്ലേ പുറത്ത് കിടന്നു എന്നൊക്കെയുള്ള രീതിയിലല്ലേ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ ഈ അനീഷ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അനീഷ് പിന്നെ ഇവരുടെ അടുത്തോട്ട് നിൽക്കില്ല. അതൊരു വലിയ ക്യാരക്ടർ സ്വഭാവം. അതിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അതെന്തായാലും ഇവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കത്തുള്ളൂ. കാരണം ഇവരോടൊക്കെ അടുത്ത നാൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഒരു നല്ല പെരുമാറ്റ മര്യാദയും നല്ല ഒരു ഇതുമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രധാനമായിട്ടും അയാൾ ഇവരുടെ ഓപ്പോസിറ്റ് ഇത്രയും ടോപ്പിൽ വരുമെന്ന് ചിന്തിച്ചില്ല. അതാണ് അനുമോൾക്ക് പറ്റിയ തെറ്റ്, അനുമോൾക്ക് പറ്റിയ എന്താ അബദ്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അനീഷിനെ അതുകൊണ്ട് എന്താ പിന്നെ അനുമോളുടെ ആർമിയല്ലേ അനീഷിനെതിരെ അനീഷിൻ്റെ ഏതാണ്ട് ചെയ്തു, അനീഷിൻ്റെ പിന്നെ ചേച്ചി വരെ ഇറങ്ങിയത്. കാരണം അനീഷ് ടോപ്പായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് സഹിക്കാൻ വയ്യ, ഭയങ്കരമായി വെപ്രാളത്തിലല്ലേ ചാടി ഇറങ്ങിയത്. അനീഷ് ടോപ്പായോ, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഒരു സാധാരണക്കാരൻ വന്ന് ഇത്രയും ഇവരെ കൂടെ കിടപിടിക്കുന്ന കണക്ക് വോട്ട് കിട്ടുകയെന്ന് പറഞ്ഞ് ജനസമ്മതനാവുക എന്ന് പറഞ്ഞ് ഇവർക്ക് സഹിക്കാൻ പറ്റുമോ? എന്തായാലും മഹാമോശം ഗൈസ്, ഇത്രയും വൃത്തികെട്ട ഒരു സീസൺ പിന്നെ വേറെ ഉണ്ടായിട്ടില്ല. ലൈവിൽ ഈ PR തന്നെ പറച്ചിട്ട് PR മറ്റുള്ളവരെ കരിവാരി തേക്കലും മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലും. ഈ സ്ത്രീ ഇത്രയും ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയുന്നേ ഇല്ലല്ലോ. എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്കുള്ള വെപ്രാളം ഉണ്ടല്ലോ, ഇല്ല കള്ളം മൂടി വെക്കാനുള്ള ഒരു കള്ളൻ്റെ വെപ്രാളം പോലെ ഇത്രയും ഫേക്ക് എനിക്ക് പറയാൻ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടൊക്കെ എത്രയോ ഭേദമായിരുന്നു. നമ്മൾ വിമർശിച്ച ഓരോ ആൾക്കാരും ആലോചിക്കുമ്പോഴാണ് എത്രയോ ഭേദമായിരുന്നു മുൻകാലങ്ങളിലെ സീസണിലെ ആൾക്കാരൊക്കെ. ഇനിയെങ്കിലും ഓരോ ആൾക്കാരെ കണ്ടസ്റ്റൻ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഈ PR എന്താ പറയുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ അടിച്ച് പുറത്തുകൾ അറിയുന്ന ആ സെക്കൻഡിൽ തന്നെ ആ എപ്പിസോഡിൽ തന്നെ പുറത്താക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും വെച്ചോണ്ടിരിക്കരുത്. ഇതിനൊക്കെ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. ട്രാൻസ്പെറൻസി പ്രധാനമാണ്. എങ്കിലേ ജനങ്ങൾ ഇവരെയൊക്കെ ഈ ഒരു ഷോയെ വിശ്വസിക്കൂ. അതെനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇരുന്നങ്ങ് മെഴുകുവാണ്. യോ എന്താണ്, എങ്ങനെ ചെയ്യും, എങ്ങനെ ഇനി മുന്നോട്ട് മെഴുക്കിയെടുക്കും എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്ന പുള്ളി. എല്ലാവരോടും അങ്ങ് ഈ മസ്താനിയോടും പ്രവീണിനും ഒക്കെ പറയും. പ്രവീണൊക്കെ അങ്ങ് മടുത്ത് കേട്ടോ. അപ്പം അവരങ്ങ് മാറിയിരിക്കുവാണ്. ആ ഒരു കള്ളം മൂടി വെക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പം നമ്മുടെ അനുമോൾ.